ബിഗ് ബോസ്സിലെ നമ്മുടെ അനീഷിനെ കുറിച്ച് ബിഗ് ബോസ് എഴുതി വെച്ചിട്ടുള്ള ഒരു വേർഡ്സ് ആട്ടോ. അനീഷ് ഈ ജയിലിൻ്റെ ഐശ്വര്യമെന്ന്. അനീഷ് എനിക്ക് തോന്നുന്നു 4 വട്ടം എത്രയായി ബിഗ് ബോസ്സിൽ വന്നിട്ട് ജയിലിലേക്ക് പോകുന്നത്. ബെസ്റ്റ് ഗെയിമറായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ജയിലിലേക്ക് പോകുമ്പോൾ വിഷമം തോന്നും. അപ്പം അനീഷ് അവിടെ നിന്ന് വന്ന് നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ അനീഷിന് വളരെയധികം വിഷമമുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ അനീഷ് ജയിലിൽ പോകുമ്പോൾ അനീഷ് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് എന്ത് കണ്ടിട്ട് ബിഗ് ബോസ് എപ്പോഴും എന്നെ ജയിലിലേക്ക് വിടുന്നത്, എന്നെക്കാളും മോശമായി ഇവിടെ കളിക്കുന്നവരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ സമയത്ത് ആര്യൻ അവിടെ വന്നിട്ട് നമ്മുടെ അനീഷിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അയ്യോ പാവട്ടോ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അതായത് എപ്പോഴും അതെ, ഇയാളെ ആരെങ്കിലും ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ നോക്കുമ്പോൾ ഒന്നെങ്കിൽ ആര്യൻ അല്ലെങ്കിൽ ഷാനവാസ്, ഇവരെല്ലാവരും ബാക്കിൽ വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഈ അനീഷിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ഈ അനീഷ് ചോദിച്ച ചോദ്യം കറക്റ്റാണ്. അതായത് സാരമായ കാര്യങ്ങൾക്കൊക്കെ ഇയാളെ അനീഷിനെ ബിഗ് ബോസിൽ ജയിലിലിടുക ഇവിടെയുള്ള മത്സരാർത്ഥികൾ. കാരണം ഇത് തൊട്ട് മുമ്പിൽ അനുവിൻ്റെ കൂടെ ആയിരുന്നു, അതിൻ്റെ തൊട്ട് മുമ്പ് ഷാനവാസും അനീഷും ആയിരുന്നു. അതായത് അവിടെ ഈ അനീഷിനേക്കാളും ഇതായിട്ട് കളിക്കുന്ന ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. പക്ഷെ അവരൊന്നും ജയിലിൽ പോകേണ്ട വരാറില്ല. എല്ലാവരും അനീഷിനിട്ട് പണി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അനീഷ് വീണ്ടും ജയിലിലേക്ക് പോയേണ്ട വിഷമത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ബിഗ് ബോസിനോട് വിഷമമായിട്ടാണ് അനീഷ് പറഞ്ഞത്. പക്ഷെ നേരെ തിരിച്ചിട്ടാണ് അനീഷിന് പണി കിട്ടിയിരിക്കുന്നത്. അനീഷ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഐശ്വര്യമെന്നാണ് ഇപ്പോൾ പറഞ്ഞ് പുതിയ ട്രോള് വന്നിരിക്കുന്നത്. അനീഷിനത് കണ്ടപ്പോൾ വളരെയധികം വിഷമമൊക്കെ ആയിട്ടാണ്. അവിടെയുള്ള എല്ലാവരും അനീഷിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അനീഷ് ജയിലിൽ പോകുമ്പോൾ. അപ്പോൾ ഇത് കാണുന്ന അനീഷിന് വിഷമാവും, ഇത് കാണുന്ന പ്രേക്ഷകർക്കും വിഷമാവും. അപ്പോൾ എല്ലാവരും വളരെയധികം വിഷമത്തിലാണ്. അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്നുള്ള ചിന്താഗതി. എനിവേ അടുത്ത വട്ടമെങ്കിലും നമ്മുടെ അനീഷ് ജയിലിൽ പോകാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ കാത്തിരിക്കാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം.